അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ആയത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഒരു സംശയം. ഇപ്പം നമ്മൾ സുബീൻ്റെ മുന്നേ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതിൽ നമ്മൾ പഠിച്ചതും കേട്ടതൊക്കെ അനുസരിച്ച് കാലങ്ങളായിട്ട് നമ്മൾ 2 സൂറത്ത് എക്സ്ട്രാ ഓതുന്നുണ്ട്. ഇപ്പോൾ കുലിയാൽ കാഫിറിൻ കുൽഹുവല്ലാഹു ഓതുന്നുണ്ട്, അതിൻ്റെ കൂടെ അലന്നസറും അലന്തറൈഫി ഓതുന്നുണ്ടല്ലോ. അതിന് പ്രത്യേക ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് അത് കേട്ട് അങ്ങനെ ചെയ്തു പോരുന്നു. ഇപ്പോൾ കേട്ടു അത് വളരെ ചുരുക്കി ഇതാക്കി നിസ്കരിക്കണം സുബീൻ്റെ മുന്നുള്ള റവാത്തിബ്. അപ്പോൾ അതുകൊണ്ട് ഈ സൂറത്തുകളൊന്നും അധികമുള്ളത് ഓതാൻ പറ്റൂല എന്നൊക്കെ ഒരു ഇത് കേട്ടു. അപ്പോൾ അതിൻ്റെ ശരി എന്താണ്? ഇതിനിപ്പോൾ ഒരു തീർപ്പ് കൽപ്പിച്ച് നമ്മൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഉസ്താദ് വിശദീകരിക്കാൻ, ഓതാൻ പറ്റുമോ പറ്റൂലേ, ഏതാണ് അതിൻ്റെ ശരി? ഇമാമിയങ്ങൾ എന്താണ് തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞതെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ ഉപകാരമാവും. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു നിസ്കാരാണ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്. ഒരുപാട് നേട്ടഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. എന്നാൽ അതിൽ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ, ആ സൂറത്തുകൾ പാരായണം ചെയ്യുന്നിടത്തും ഒരുപാട് നേട്ടഗുണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒക്കെ കേട്ട് മനസ്സിലാക്കിയൊക്കെ പോകുന്ന സൂറത്തുകളാണ് ഇപ്പോൾ കാഫിറൂനും ഇഖ്ലാസും, എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ അലം നശ്റഹും അലന്തറയും പിന്നെയും ഉണ്ട് കേട്ടോ. അപ്പം ഇത് കാര്യമായിട്ട് നമ്മളൊക്കെ എപ്പോഴും പ്രവർത്തിച്ചു പോരുന്നതും ചൊല്ലിപ്പോരുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. കാഫിറൂനും ഉണ്ടാകും, അതുപോലെ തന്നെ ഇഖ്ലാസും ഉണ്ട്. അതിന് പുറമെ അലം നശ്റഹും അലന്തറയും. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു റക്അത്തിൽ തന്നെ 2 സൂറത്തുകൾ ഉണ്ടാകും, രണ്ടാമത്തെ റക്അത്തിലും അതുപോലെ ഉണ്ടാകുമ്പോൾ 4 സൂറത്തുകളായി. അപ്പൊ ഇത് ദൈർഘ്യമായൊരു നിസ്കാരാവൂലേ? പൊതുവെ സുബഹിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരത്തെ പറ്റിയിട്ട് നമ്മുടെ മദ്ഹബാകുന്ന ശാഫഈ മദ്ഹബിലൊക്കെ പറയുന്നത് ബിത്തഖ്ഫീഫിഹിമാ, അത് 2 ചുരുക്കി ലഘൂകരിച്ച് നിസ്കരിക്കണമെന്നല്ല, അതല്ലേ സുന്നത്തൊക്കെ. അപ്പൊ ഒരു സുന്നത്തിന്റെ എതിരല്ലേ ഇതൊക്കെ? കാരണം ഈ സൂറത്തുകളൊക്കെ എല്ലാ സൂറത്തുകളും ഓതി വരുമ്പോഴേക്ക് ഇത് ദൈർഘ്യമായ നിസ്കാരാവൂലേ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യവും ഒരു സംശയവും സ്വാഭാവികം. ഈ വിഷയവുമായി ബന്ധിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ചർച്ചയുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഒട്ടനേകം പണ്ഡിതന്മാരും പറഞ്ഞതൊക്കെ എന്താണ്? ഇങ്ങനെ ഒരു റക്അത്തിൽ തന്നെ കുല്യാൽ കാഫിറുൻ ഓതി, അതേ റക്അത്തിൽ തന്നെ അലം നശ്റഹ് ഓതി, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഓതി, പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതി നിസ്കരിച്ചാൽ അത് നല്ലതാണ്, അതുകൊണ്ട് ഒരുപാട് നേട്ടഗുണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് ഫതുഹുൽ മഈൻ അടക്കം മഖ്ദൂനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ചോദിക്കുക എന്ന് പറയുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താവും, എന്തൊക്കെയാണ് എവിടൊക്കെയാണ് ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയും. ഇപ്പൊ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഈ സൂറത്തുകളുടെ വിഷയത്തിൽ തന്നെ സൂറത്ത് ഓതണോ എന്ന വിഷയത്തിന്റെ അഭിപ്രായമുണ്ട്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവുമല്ലോ. സൂറത്തന്നെ ഓതണോ എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായമുണ്ട്. അവിടുന്ന് തന്നെ അഭിപ്രായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്, അതിൽ ഏത് സൂറത്ത് ഓതണം, സൂറത്തന്നെ ഓതണോ, എന്നാ എങ്ങനെയാ ഓതേണ്ടത്, ആ വിഷയത്തിൽ തന്നെ അഭിപ്രായം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മൻഹജുൽ ഖവീം, നല്ലൊരു കിതാബ്, അറിയപ്പെട്ട കിതാബ്, ഒരുപാട് ഷറഹുകൾ എഴുതപ്പെട്ട കിതാബാണ് മൻഹജുൽ ഖവീം. അതിന്റെ ഒരു അറിയപ്പെട്ട ഷറഹാണ് മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ ഈ പറയുന്ന മവാഹിബുൽ മദനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആശത്തുൽ കുബറ എന്ന് പറയുന്ന കിതാബ്. ഇതിൽ ആ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 4ാം വോള്യം മൊത്തത്തിലാണ് പേജ് നമ്പർ 1691 പേജിനോ വഖ്തുലിഫ ഫീമാ യഖറഉ ഫീഹിമാ ഉണ്ടോ. ഈ സുബഹിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരം 2 റക്അത്താണല്ലോ, അതിൽ എന്ത് ഓതണം എന്ന വിഷയത്തിൽ അഇമ്മത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നും ഓതണ്ടാന്ന്. അതൊരിക്കലും നല്ലൊരു അഭിപ്രായമല്ല, അതവിടെ തന്നെ പറയുന്നു. വക്കീല, ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാ യുസാദു ഫീഹിമാ അലൽ ഫാത്തിഹത്തി, ഫാത്തിഹയെക്കാളും ജാസ്തിയാക്കി കൊണ്ടുപോകണ്ട, അപ്പൊ സൂറത്തില്ല തന്നെ. വക്കീല ലാ ബഅസ ബിത്തത്വീലിൽ ഖിറാഅത്തി ഫീഹിമാ,
എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ലാക്കിനിൽ ജംഹൂറു മിൻഹും ഷാഫിയ്യത്തു, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതും അതുപോലെ ഷാഫിഈ പണ്ഡിതന്മാരൊക്കെ കൂടുതലും പറഞ്ഞതൊക്കെ അലാ തഖ്ഫീഫിഹിമ, ഇത് രണ്ടും കനം കുറച്ച് ലഘൂകീകരിച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ലഘൂകീകരിക്കുക എന്ന് പറയുമ്പം നീട്ടിക്കൊണ്ടു പോവണ്ട എന്നല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ 4 സൂറത്തുകളെ ജംആക്കുക? ഇതിനൊരുമിച്ച് കൂട്ടി എങ്ങനെ കൊണ്ടുവരിക? ഒന്നിരിക്കൽ ഒന്നാമത്തെ റക്അത്തിൽ കാഫിറൂൻ ഓതണം, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് ഓതണം, അല്ലെങ്കിൽ അലം നശ്റഹ് ഓതണം, അല്ലെങ്കിൽ അലന്തറ ഓതണം. ഇതല്ലാതെ ഇങ്ങോട്ട് ജംആക്കിയിട്ടുള്ള രൂപം എങ്ങനെയാണ് വരിക? അത് തഖ്ഫീഫിനിക്ക് എതിരല്ലേ എന്നുള്ളത് വരും. ഇങ്ങനെ ഒരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു പറ്റും എന്നുള്ള റൂട്ടിലാണ് എന്നുള്ളത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൻഹജുൽ ഖവീം തന്നെ വിശദീകരിച്ചു. മഹാനായ ഇമാം തെർമസി അവിടുത്തെ ഹാഷിയത്തു തെർമസിൽ, മൗഹിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഷിയത്തു തെർമസിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹാഷിയത്തു തെർമസിയുടെ 3-ാം വാള്യം ഇതിന്റെ 518-ാമത്തെ പേജിലുണ്ടോ, വഖ്തലഫൽ മുതഅഖിറൂൻ ഹൽ യുസന്നുൽ ജംഉ ബൈനഹുമാ. ഇങ്ങനെ സൂറത്തുകളുടെ ജംആക്ക് ഒരുമിച്ച് കൂട്ടുക, 4 സൂറത്തുകളും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ സുന്നത്തുണ്ടോ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫഖാല ജംഉ നഅം, ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് അനുവദിക്കുമെന്നാണ്. അതിന് തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിരത്തുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ആ രൂപത്തിലാണ് അത് പോകുന്നത്. എന്നാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൽ, നമ്മളെ പള്ളി ദർസിലൊക്കെ ഓതി പഠിക്കുന്ന കിതാബാണല്ലോ, അതിലതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇങ്ങനെ ജംആക്കാം, അതുപോലെ തന്നെ നല്ലതാണ്, ഒരുപാട് നേട്ടഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിന്റെ 113-ാമത്തെ പേജിലായിട്ട് കണ്ടോ. ഇപ്പോൾ യുസന്നു തഖ്ഫീഫുഹുമ, ശരിക്കും ഇത് എൻ്റെ ലഘൂകരിച്ച് നിസ്കരിക്കണം, ശരിയാണ്, അതൊക്കെ പറഞ്ഞിട്ട് തന്നെ പറയുന്നു. കാഫിറൂനുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, വറദ ഐലൻ ഫീഹിമ, വീണ്ടും അതിൽ ഓതണം, അലം നശ്റഹ് ലക വ അലം തറ കൈഫ, അതും ഓതണം. അപ്പൊ പിന്നെ എന്നിട്ട് അതിന്റെ നേട്ടഗുണങ്ങൾ പറഞ്ഞു. എൻ്റെ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസീർ, ബാസൂറ പോലത്തെ രോഗങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫയുസന്നുൽ ജംഉ ഫീഹിമ ബൈനഹുന്ന ലിയതഹഖഖൽ ഇത്യാനു ബിൽ വാരിദി. അപ്പൊ അവിടെ ജംആക്കാണ് വേണ്ടത്. അപ്പൊ 1-ാമത്തെ റക്അത്തിൽ തന്നെ 2 സൂറത്ത് ഓതണം, 2-ാമത്തെ റക്അത്തിൽ 2 സൂറത്ത് ഓതണം. ഇങ്ങനെ ഓതുക. അപ്പൊ എന്താകുള്ളൂ? ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം നമുക്ക് കിട്ടി എന്നുള്ളത് വരികയുള്ളൂ. അപ്പൊ പിന്നെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് വരൂലേ? അപ്പൊ അവിടെ മഹാനവറുകൾ അതിനൊക്കെ മറുപടി പറഞ്ഞത് അങ്ങനെ വരില്ല. കാരണം ഇവിടെ വലം യകുൻ ബിദാലിക മുതവ്വിലൻ ലഹുമാ തുതവീലൻ യഖ്റുജു അൻ ഹദ്ദി സുന്നത്തി വൽ ഇത്തിബാഇ. അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താണ് സുന്നത്തിന് വിരുദ്ധമായിട്ടുള്ള നീട്ടിക്കൊണ്ടുപോവുക എന്നതിൽ വരൂല. നേരെ സുന്നത്തിന്റെ പരിധിയിൽപ്പെട്ട നീട്ടൽ എന്നേ വരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു കമാ കാലഹു ശൈഖാന ഇബ്നു ഹജർ വ സിയാദിൻ, അവിടുത്തെ ഷെയ്ഖുമാരാകുന്ന ഇബ്നു ഹജർ ഹൈതമിയും അതുപോലെ തന്നെ ഇബ്നു സിയാദ് റഹിമഹുമുല്ലാ അവരൊക്കെ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുമ്പം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എവിടെയാണത് പറഞ്ഞത് എന്നുള്ളത് മഹാനവറുകള് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹുവിന്റെ ഷമാഇൽ എന്ന് പറയുന്ന കിതാബിനക്ക് ഷറഹ് ഉണ്ടാക്കിയല്ലോ, ഹശ്യ, അതാണ് അഷ്റഫുൽ വസാഇൽ ഇലാ ഫഹ്മി ഷമാഇൽ എന്ന് പറയുന്ന കിതാബിൽ. ഇവിടെയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്. ഈ കിതാബിന്റെ 399-ാമത്തെ പേജിൽ ബാബ് മാ ജാഅ ഫീ ഇബാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ബാബിൽ നോക്കിയാൽ കാണും കേട്ടോ. അതിൽ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടോ, ലി അന്നൽ മുറാദ് ബി തഖ്ഫീഫിഹിമാ. ഇപ്പൊ ഈ 2 നിസ്കാരത്തെ ലഘൂകീകരിച്ച് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അദ്മു തത്വീലിഹിമ, 2നെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, അലൽ വാരിദി ഫീഹിമ, ഇവിടെ വാരിദായി വന്ന, അതായത് ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഓതണം എന്ന് പറഞ്ഞാണ്ട് വന്നതിനേക്കാൾ നീട്ടിക്കൊണ്ടു പോകരുത് എന്നാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുമ്പം ലം യകും മുതവ്വിലൻ തുതവീലൻ യഖ്റുജു ബിഹി അൻ ഹദ്ദി സുന്നത്തി വൽ ഇത്തിബാ. കണ്ടോ,
അപ്പൊ സുന്നത്തിന് വിരുദ്ധമായിക്കൊണ്ട് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റൂല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ അഷ്റഫുൽ വസായിൽ ഇബ്നു ഖറൈത്തി തങ്ങൾ പറയുന്നുണ്ട്. ഇതൊട്ടനേകം പണ്ഡിതന്മാർ യസ്സു വെക്കുന്നു. ഇപ്പോ ഫതുഹുൽ മുഈൻ വിശദീകരിച്ചു മഹാനായ ഇമാം അസ്സഖാഫ് റളിയല്ലാഹു അൻഹു തർശീഹിലും ഇത് പറയുന്നുണ്ട്. ഈ പറയുന്ന അഷ്റഫുൽ വസായിൽ ഈ വാർത്ത് വെച്ചിട്ട് തന്നെ ഇബ്നു ഖറൈത്തി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ ജുർദാനി ഇമാം ഫതുഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൽ ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാർ എന്താകുന്നുണ്ട്, ഇത് ഏറ്റുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എന്തായാലും ഇപ്പം ഇങ്ങനെ നാല് സൂറത്തുകളൊന്നല്ല കേട്ടോ, പിന്നെയും പറയുന്നുണ്ട്. അൽ ബക്കറയിൽ പറയുന്നുണ്ട്, ആൽ ഇംറാനിൽ ചില ആയത്തുകൾ പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ ചർച്ച ഇതായതുകൊണ്ടാണ് ഇതിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ പിന്നെ മാത്രമല്ല, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ 4 സൂറത്തിനെ ജംആക്കുക എന്നുള്ളത്, ഒരുമിച്ച് കൂട്ടി അപ്പൊ എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുക, ഒന്നാമത്തെ റക്അത്തിൽ എങ്ങനെ, രണ്ടാമത്തെ റക്അത്തിൽ എങ്ങനെ എന്നുള്ളത് ഫതുഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് സയ്യിദുൽ ബക്കർ റഹിമഹുല്ലാ അവിടുത്തെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിൽ ആ ജംഇന്റെ കോലൊന്ന് വിശദീകരിച്ചിരുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇതിന്റെ 1-ാം വാള്യം 421-ാമത്തെ പേജിലുണ്ട്. വദാലിക, അതെങ്ങനെ, ബിഅൻ യഖറ ഫീ റക്അത്തുൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ ഓതുക, ആദ്യം അലം നശ്റഹ് ഓതുക, പിന്നെ വൽ കാഫിറൂൻ, കുല്യാൽ കാഫിറൂൻ ഓതുക. അപ്പൊ ഒരു റക്അത്ത് 2 സൂറത്തായില്ലേ. എന്നിട്ട് പിന്നെ സാധാരണ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിട്ട് രണ്ടാമത്തെ റക്അത്ത് വഫി താനിയത്തി, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ, അതുപോലെ തന്നെ വൽ ഇഖ്ലാസ്, അലം തറ കൈഫ എന്ന് പറയുന്ന ആ സൂറത്ത് ഓതുക, ഇഖ്ലാസ് ഓതുക, അങ്ങനെ നിസ്കരിക്കുക. അപ്പൊ എന്തായി, ഇപ്പോ 2 റക്അത്ത് നിസ്കാരത്തിൽ ഈ 4 സൂറത്തുകളും ജമാക്കേണ്ട രൂപം വന്നു. ഇങ്ങനെയൊക്കെ ജമാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ല, അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നല്ലത് തന്നെയാണ്, അല്ലാതെ ഇത് മോശം ഏർപ്പാടാണ് എന്നൊന്നും പറയാൻ പറ്റൂല, നല്ലത് തന്നെയാണ് എന്നുള്ളത് ബഅസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുശ്റുൽ കരീം എന്ന് പറയുന്ന കിതാബിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബുശ്റുൽ കരീമിന്റെ 1-ാം വാള്യത്തിന്റെ 256-ാമത്തെ പേജ് കാന അഹ്സൻ, അത് ഏറ്റവും നല്ലത് തന്നെയാണ് എന്നുള്ളത് സ്വാഗതാർഹം ചെയ്തിട്ടുണ്ട്. അതിനെ മനസ്സിലായില്ലേ. ഏതായാലും ഇതിന്റെ നേട്ട ഫലങ്ങൾ 1, 2, 3 എന്നല്ല, ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ഫതുഹുൽ മുഈനിൽ നമ്മളിപ്പോ 1-ാമത്തെ നേട്ട ഗുണം പറഞ്ഞു, ബാസൂറ പോലത്തെ രോഗങ്ങൾക്ക് പരിഹാരമാണ് എന്ന് പറയുമ്പം ഒട്ടനേകം പണ്ഡിതന്മാർ ഗസാലി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ശത്രുദോഷം, ശത്രുക്കളുടെ ഈ പറയുന്ന കെണിപ്പെടുത്തലും അവരുടെ നമ്മളെ അപായപ്പെടുത്തലും അവരുടെ ഈ പല രൂപത്തിലുള്ള നമ്മളെ പ്രയാസപ്പെടുത്തൽ, പല രൂപത്തിലും ഉണ്ടല്ലോ ശത്രുക്കൾ. അപ്പൊ ഹാസിദീങ്ങളുടെ ഹസദ്, അദാവത്ത്, ശത്രുത, ഇങ്ങനെ തുടങ്ങിയിട്ട് അത് ഇല്ലാത്തവരും ഉണ്ടാകൂല. അപ്പൊ ആ രൂപം എല്ലാവരും പറയുന്നു. അങ്ങനെ തന്നെ അതിനെ തൊട്ട് കാര്യമായിട്ട് സംരക്ഷണം കിട്ടണമെങ്കിൽ അതിലേക്ക് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് സുബഹിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരത്തിൽ ഈ 2 സൂറത്തുകൾ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ നേട്ടഗുണം തന്നെയാണ്. ഗസാലി ഇമാമൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതൊക്കെ പരിശോധിച്ചറിഞ്ഞ കാര്യം കൂടെയാണ് എന്നുള്ളത് ഗസാലി ഇമാമിനെ തൊട്ട് മഹാനായ ഇമാം ബുജൈരിമി റഹിമഹുല്ലാ അവിടുത്തെ ആശത്തുൽ ബുജൈരിമിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശത്തുൽ ബുജൈരിമി നോക്കിയാൽ കാണും. ഇതിന്റെ വാള്യപത്ര 1-ാം വാള്യം തന്നെ, ഇതിന്റെ 431-ാമത്തെ പേജിൽ സുന്നത്ത് നിസ്കാരത്തിന്റെ അടക്കം നോക്കിയാൽ കാണും. കണ്ടോ, ഖാലൽ ഗസാലിയു, ഇമാം ഗസാലി തങ്ങളൊക്കെ പറഞ്ഞു, ഫി കിതാബി വസായിലുൽ ഹാജാത്ത്, കേട്ടോ അവിടുത്തെ വസായിലുൽ ഹാജാത്ത് എന്ന കിതാബിലാണ് പറഞ്ഞത്. അല്ല ഹീൽ നോക്കിയാൽ കിട്ടൂല എന്നർത്ഥം, ഹീലുണ്ടോ അല്ലാഹു അലം. വസായിലുൽ ഹാജാത്ത് എന്ന കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബലഗനാ മിൻ ഗൈരി വാഹിദിൻ മിനസ് സ്വാലിഹീൻ വമിൻ അർബാബിൽ ഖുലൂബ് അന്ന മൻ ഖറഅ ഫീ റകഅത്തിൽ ഫജ്ർ അലം നശ്റഹ് ലക് വഅലം ദറ കൈഫ ഖുസിറത് അൻഹു യദു കുല്ലി അദുവിൻ വലം യജ്അൽ ലഹും അലൈഹി സബീലാ. കണ്ടോ, ഇങ്ങനെ അലം നശ്റഹും അതുപോലെ തന്നെ അലന്തറയും അങ്ങനെ ഓതിയിട്ട് ഈ സുബഹിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നസ്കാരം നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ ശത്രുദോഷം ഒരു നിലക്കും അവനക്ക് ഏൽക്കുകയില്ല. ഖാലൽ ഗസാലി, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞു, വഹാദാ സ്വഹീഹുൻ മുജറബുൻ ബിലാ ശക്കിൻ, ഒരു സംശയങ്ങൾക്ക് വേണ്ട, ഇത് നമ്മൾ മുജറബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പരിശോധിച്ചറിഞ്ഞതാണ്. അപ്പൊ ഒരു തർക്കമോ സംശയമൊന്നും വേണ്ട, ഇത് പരിശോധിച്ചതിലൂടെ വന്നതാണ് എന്നുള്ളത്. ഒട്ടനേകം പണ്ഡിതന്മാർ ഗസാലി ഇമാമിനെ തൊട്ട് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മഹാനായ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തന്നെ നമ്മൾ നേരത്തെ വായിച്ച ആശത്തുൽ കുബറ എന്ന കിതാബിലും പറഞ്ഞു. ഒട്ടനേകം പണ്ഡിതന്മാർ ഇത് ഹദീസാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിൽക്കട്ടെ, പക്ഷെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാം, ഇമാം ഗസാലി റഹിമഹുല്ലാനെ തൊട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശരി തന്നെയാണേനും
സയ്യിദുൽ ബക്കറിയാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജുർദാനി ഈ പറയുന്ന ഫതുൽ അല്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും അത് കണ്ട്, ജമലുണ്ട്, പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ അത് ഷർഖാവിമാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ശത്രുദോഷം എന്ന് മാത്രമല്ല, പല്ല് രോഗത്തിനൊക്കെ ശമനാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ മൻഹജുൽ ഖവീം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരുപാട് ഷറഹുകൾ എഴുതപ്പെട്ട കിതാബിനെ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ മൻഹജുൽ ഖവീം, ഈ കിതാബ്, ആ കിതാബിൻ്റെ വേറൊരു ഹാഷ്യയാണ് ഹാഷ്യത്തുൽ ജർഹസി, ഇമാം ജർഹസി തങ്ങളുടെ. ഏകദേശം ഇബ്നു ഹജറിൻ്റെ കാലക്കാരൻ തന്നെ ആയിരിക്കും ജർഹസി ഇമാമൊക്കെ. അവിടുത്തെ ഹാഷ്യത്തുൽ ജർഹസിയിലും മഹാനവറുകളും ഇത് പറയുന്നുണ്ട്. ഏത് മറ്റുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് പല്ല് രോഗത്തിനൊക്കെ ശമനാണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മളിപ്പോൾ കേൾക്കാത്തായിരിക്കും. നമ്മൾ ഫത്തുൽ മില്ല കണ്ടത് ഈ പറയുന്ന എൻ്റെ ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഏത് എൻ്റെ ബാസൂറ പോലത്തെ രോഗങ്ങൾക്ക്. സയ്യിദുൽ ബക്കറിയാനത്തിൽ പറഞ്ഞു എൻ്റെ ശത്രുദോഷങ്ങൾ ഉണ്ടാകൂല എന്നുള്ളതൊക്കെ. അതൊക്കെ ചിലപ്പോൾ ഏറെക്കുറെ നമുക്കെല്ലാം അറിയാമായിരിക്കും. പക്ഷേ എങ്കിൽ പല്ല് രോഗത്തിനൊക്കെ ശമനാണ് എന്നുള്ളതുണ്ടോ. ഖാല ഇബ്നുൽ അസ്റക്കി, ഇതിന്റെ എൻ്റെ 379-ാമത്തെ പേജിൽ ഖാല ഇബ്നുൽ അസ്റക്കി എന്നവരൊക്കെ പറഞ്ഞു, ഫഇന്ന മൻ ദാവമ അലൈഹിമ അമിന മിൻ വജ്ഇൽ അസ്നാൻ, പല്ലുവേദനക്കും ശമനം തന്നെയാണ് എന്നുള്ളതൊക്കെ. ഇപ്പൊ ആകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കൊരു ചിത്രം നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ ഈ നിസ്കാരത്തിൽ ഏത് സൂറത്ത് ഓതണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം നല്ലോണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ തഖ്ഫീഫ് ആക്കണം എന്നല്ലേ? അപ്പൊ തഖ്ഫീഫിന്റെ മാൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഏറെക്കുറെ നമ്മളൊക്കെ ഓതിപ്പോരുന്നതും നമ്മൾ റൂട്ട് സ്വീകരിച്ചു പോരുന്നതും ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ എന്താകും, ആദ്യമായി കൊണ്ട് അലം നശ്റഹ് ഓതും, പിന്നെ ഈ പറയുന്ന കാഫിറൂൻ ഓതും. രണ്ടാമത്തെ റക്അത്ത് അലം തറ കൈഫ ഓതും, അതുപോലെ തന്നെ ഇഖ്ലാസ് ഓതും. ഇങ്ങനെ ഓതിപ്പോരുന്നതിന് ഒരുപാട് പണ്ഡിതന്മാർ അംഗീകാരം നൽകിയിട്ടുണ്ട്, സപ്പോർട്ടുണ്ട്. അത് കാര്യമായിട്ട് 3 രോഗങ്ങൾക്ക് 3 കാര്യങ്ങൾക്ക് നമുക്ക് ശമനാണ് എന്നുള്ളത് വന്നു. ഒന്ന് ഈ പറയുന്ന നമ്മളൊക്കെ പേടിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന വസൂറ പോലത്തെ രോഗങ്ങൾ. അതുപോലെ തന്നെ ശത്രുദോഷം, അത് നമുക്ക് പ്രശ്നം തന്നെയാണത്, അതിനെ തൊട്ടും പരിഹാരമാണ്. പിന്നെ അതുപോലെ തന്നെ പല്ലു രോഗവും അതും പ്രശ്നമാണ്, എല്ലാം പ്രശ്നം തന്നെ. അങ്ങനെ 3 രോഗങ്ങൾക്കും ശമനം തന്നെയാകും എന്നുള്ളതും ഒട്ടനേകം പണ്ഡിതന്മാരും പറഞ്ഞു കേട്ടോ. ബാക്കിയൊക്കെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അഭിപ്രായത്തിൽ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ പണ്ഡിതന്മാർ എടുത്തിട്ടുമുണ്ട്. ഓക്കെ.